യുക്തിവാദം. എന്താണ് യുക്തിവാദം? പലരും പറയുന്നത് ദൈവവിശ്വാസികളായ ആളുകൾ മതങ്ങളിലേക്ക് ചേക്കേറിയപ്പോൾ യുക്തിയിൽ വിശ്വസിച്ച ആളുകൾ ഉണ്ടാക്കിയെടുത്തൊരു മതമാണ് യുക്തിവാദം എന്നാണ്. മതം എന്നാൽ താല്പര്യം, ഇഷ്ടം എന്നൊക്കെയാണ് അർത്ഥം. ആ ഒരർത്ഥത്തിൽ യുക്തിവാദം ഒരു മതം തന്നെയാണ്. യുക്തിവാദം ബോധമാണ്, സ്വതന്ത്രമായ ചിന്തയാണ് യുക്തിവാദം. നമുക്ക് ചുറ്റുമുള്ള പല കടുത്ത മതവിശ്വാസികളും ഒരു തരത്തിൽ യുക്തിവാദികൾ തന്നെയാണ്. കാരണം ചില വിഷയങ്ങളിൽ മാത്രം മനഃപൂർവ്വം യുക്തി മറക്കുന്നവരാണവർ. നമുക്ക് ചുറ്റുമുള്ള പല മതവിശ്വാസികളുടെയും തലയിൽ മതം കെട്ടിവെച്ചത് പാരമ്പര്യമാണ്. യുക്തിവാദം ഒരു തത്വശാസ്ത്രമല്ല. യുക്തിവാദികൾ എല്ലാ കാലത്തേക്കും ഒരു പ്രത്യേക ഗ്രന്ഥത്തിനെയോ ഒരു പ്രത്യേക ആചാര്യനെയോ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നവരുമല്ല. ജീവിതത്തോടുള്ള യുക്തിപരമായുള്ള സമീപനമാണ് യുക്തിവാദം എന്ന് പറയുന്നത്. മനുഷ്യവംശവും പ്രകൃതിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാറ്റമില്ലാത്ത തത്വങ്ങളും മൂല്യങ്ങളും അവിടെ യോജിക്കുന്നില്ല. മാറിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിക്കും മനുഷ്യനും വേണ്ടത് മാറിക്കൊണ്ടിരിക്കുന്ന തത്വങ്ങളും മൂല്യങ്ങളും തന്നെയാണ്. മനുഷ്യനാഗരികതയ്ക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട്. പ്രകൃതിയുടെ പ്രതിഭാസത്തെ കണ്ട് വിസ്മയിച്ചു നിന്നിരുന്ന പുരാതന മനുഷ്യനിൽ നിന്നും ആധുനിക മനുഷ്യനിലേക്കുള്ള അവൻ്റെ യാത്രയിൽ അവൻ കണ്ടെത്തിയത് പ്രകൃതിയെ മാറ്റാനും മനസ്സിലാക്കാനുമുള്ള സാങ്കേതിക വിജ്ഞാനമായിരുന്നു. പ്രകൃതിയെ മനസ്സിലാക്കാനുള്ള ശ്രമത്തെയാണ് നാഗരികത എന്ന് വിളിക്കുന്നത്. പ്രകൃതി അവനായി ഒരുക്കി വെച്ചവയിൽ ഭക്ഷ്യയോഗ്യമായവ കണ്ടെത്തിയത് അവൻ്റെ യുക്തി കൊണ്ട് തന്നെയാണ്. വിഷമുള്ളവ കഴിച്ച് അവൻ്റെ സഹജീവികളും മറ്റു മൃഗങ്ങളും മരിച്ചു വീണപ്പോൾ അത് കഴിക്കാൻ പാടില്ല എന്നവൻ ചിന്തിച്ചത് അവൻ്റെ യുക്തി കൊണ്ട് തന്നെയാണ്. കാട്ടുമൃഗങ്ങളിൽ നിന്നും മെരുക്കാനാകുന്നവയെ കണ്ടെത്തിയതും അവൻ്റെ യുക്തി കൊണ്ടുകൂടി തന്നെയാണ്. ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിൽ മനുഷ്യനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് യുക്തിയുള്ള മൃഗം എന്നാണ്.